ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയ അഭിഷിക്തന്മാർ, സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ, സുഹൃത്തുക്കൾ, നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ സ്വർഗം എനിക്കും തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ കേൾക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഒരു ഒറ്റ വാക്ക് മതി ചില ആത്മഹത്യകൾ തീരുവാൻ, ചില വാക്കുകൾ മതി ചിലരെ ക്രിസ്തുവിലേക്ക് തിരിക്കുവാൻ. നമ്മളെല്ലാവരും അതുപോലെ ഒരു വചനം, ഒരു വാക്യം നമ്മുടെ മേൽ ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഇന്ന് കൃപയാൽ നിലനിൽക്കുന്നത്. അതുപോലെ നമ്മൾ അയക്കുന്ന, ഷെയർ ചെയ്യുന്ന ഈ മെസ്സേജ് ഏതെങ്കിലും ഒരു വ്യക്തി കേട്ട് അവന്റെ ജീവിതത്തിൽ ഒരു സമൂലമായ മാറ്റം കൈവരിക്കുവാൻ കഴിഞ്ഞാൽ സ്വർഗം സന്തോഷിക്കും. ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും അതെല്ലാം ഈ ലോകത്തിൽ ഒരു ദിവസം കളഞ്ഞിട്ട് പോകേണ്ടി വരും. നഗ്നനായി തന്നെ നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നു, നഗ്നതയോട് കൂടെ തന്നെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. ഈ ലോകത്ത് പിടിച്ചതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകിയിട്ട് വരും. പക്ഷേ പുല്ലുണങ്ങും പൂവാടും യഹോവയുടെ വചനം ഒരു നാളും മാറിപ്പോകത്തില്ല. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് എന്തിനാണ്? അവന്റെ ദൈവകൃപയിൽ വസിപ്പാനാണ്. ആ തെരഞ്ഞെടുപ്പിലൂടെ അവൻ ലഭിക്കുന്ന ചില ദൈവകൃപകൾ ഈ ദിവസങ്ങൾ പ്രാപിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്ന ഈ കൃപയുടെ സന്ദേശം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബപരമായ ജീവിതത്തിലും നിങ്ങളുടെ ശുശ്രൂഷ തലങ്ങളിലും ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് അറിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളേവരെയും ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നിറഞ്ഞ് ദൈവകൃപയിൽ പൊതിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. അതിനാധാരമായി റോമർക്കെതിരെ ലേഖനം 11-ാം അധ്യായം അതിന്റെ 5, 6, 7 വാക്യങ്ങൾ എന്ന് തന്നെ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാൽ എങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ആകയാൽ എന്ത് ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി ആ വാക്യം ഞാൻ വായിക്കുന്നു. ആമേൻ, സ്തോത്രം. ആമേൻ. റോമർക്കെതിരെ ലേഖനം 11-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാൽ എങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. സ്തോത്രം. അവൻ തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ മുമ്പിലുള്ളതാണ്. അവൻ ഈ കാലഘട്ടത്തിലും അവൻ ദൈവത്തിന്റെ കൃപയിൽ തെരഞ്ഞെടുത്ത ഒരു ശേഷിപ്പ് അവൻ ഈ ലോകത്തിൽ ബാക്കി നിൽക്കുന്നുണ്ട്. ബാലിന് മുട്ടുമടക്കാത്ത ഒരു ശേഷിപ്പ് അവൻ ഉണ്ടായതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും അവൻ സത്യത്തിന് വേണ്ടിയും നീതിബോധത്തിന് വേണ്ടിയും അവൻ വിശ്വസ്തതയ്ക്ക് വേണ്ടിയും വിശ്വാസത്തെ മുറുകെ പിടിച്ച ദൈവശക്തിയെ പ്രാപിച്ച ആ രക്ഷ അവൻ അഗണ്യമാക്കി കളയാതെ ദൈവകൃപയിൽ അവൻ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ, ഒരു സഭയാണോ എങ്കിൽ ഇന്ന് പകൽക്കാലം ആ തെരഞ്ഞെടുപ്പ് ഒരിക്കലും പരാജയമല്ല. അനേകരുടെ കൂട്ടത്തിലല്ല ഞാൻ ഉണ്ടാകേണ്ടത്. തെരഞ്ഞെടുക്കപ്പെട്ട ആ കൂട്ടത്തിനകത്ത് ദൈവം എന്നെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? ആ ദൈവകൃപയിൽ വസിക്കുവാൻ, ദൈവകൃപയിൽ ജീവിക്കുവാൻ, ദൈവകൃപയിൽ സംസാരിക്കുവാൻ, ദൈവകൃപയിൽ എല്ലാ കൊടുക്കൽ വാങ്ങലുകളും ചെയ്യുവാൻ. ഈ ലോകത്തിൽ നമ്മൾ നേടിയതൊക്കെയും ഇവിടെ കളഞ്ഞിട്ട് പോകേണ്ടി വരും. പക്ഷെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൻ പ്രകാരം ജീവിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ആമേൻ നെഞ്ചും വിരിച്ചു നിന്ന് കൊള്ളാൻ പറ്റും. ഞാൻ നിൽക്കുന്നതും വീഴാതെ വണ്ണം എന്നെ കാത്തു സൂക്ഷിക്കുന്നതും ദൈവത്തിന്റെ കൃപയാണ്. ഇവിടെ ഇതാ പറയുന്നുണ്ട്, ഈ കാലഘട്ടത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ടെന്ന്. ആ ശേഷിപ്പ് ഞാനും നിങ്ങളുമാണ്. യേശുവിന്റെ ആ ശേഷിപ്പിനകത്ത്, ആ കൃപയ്ക്കകത്ത്, ആ ദൈവിക പദ്ധതിക്കകത്ത് നിങ്ങളും ഞാനും ഉണ്ടോ എന്നുള്ളത് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, കൂടപ്പിറപ്പേ, സുഹൃത്തുക്കളെ, അഭിഷിക്തന്മാരെ, നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യേണ്ട ദിവസങ്ങളാണ്. ഇന്ന് പകൽക്കാലം ഞാൻ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് തെരഞ്ഞെടുത്ത ആ ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് ജീവിച്ചു മുന്നേറുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമയായി, അവകാശിയായി ആ നിത്യജീവനെ പ്രാപിക്കത്തക്ക നിലവാരം ഓടുന്ന ഓട്ടക്കളത്തിൽ ബിരുദം പ്രാപിക്കുന്നവരായി തീരുവാൻ നിങ്ങൾ ഓരോരുത്തരെയും പ്രബോധിപ്പിച്ചുകൊണ്ട് ഈ വചനം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആ ദൈവകൃപയിൽ പൊതിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God bless you. Jesus loves you. God be with you.